ഇന്ന് നമുക്കൊരു സമയം 4 മണി വെച്ച് അങ്ങോട്ട് തുടങ്ങാം. ഇപ്പോൾ സമയം 4 മണി. ക്ലാസ് കഴിഞ്ഞ് വന്നൊരു ഉറക്കം പാസ്സാക്കി. ദെൻ ഐ തോട്ട് വാട്ട് ക്യാൻ ഐ ഷോ യു, എന്ത് കാണിക്കാൻ പറ്റും നിങ്ങളെ ഇന്നല്ല ഈവനിങ്ങിൽ. അപ്പം ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചു. അവൻ്റെ അങ്ങോട്ട് വൈകുന്നേരം പോയി ഒന്ന് കൂടാമെന്ന് വെച്ചു. അവിടെ പോയി 2-3 എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളെയും കാണിച്ച് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും കൂടി എങ്കിലും ഉണ്ടാക്കി പാസ്സാക്കാം എന്ന് വിചാരിച്ചു. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ തന്നെ ഞാൻ എന്താ ഉണ്ടാക്കിയ ഒരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പം ഇവിടെ ഇന്ത്യൻ ചായ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ്, ഇത് കിട്ടും, നമ്മുടെ കണ്ണന്തേവ് കിട്ടും, പിന്നെ വേറെ കുറേ ടൈപ്പ് കിട്ടും. ഞാൻ ഇതിൻ്റെ 1 കിലോ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ചപ്പോൾ എത്രയാ, 45 സ്ലോട്ടി അങ്ങോട്ടാ കൊടുത്തേ. അപ്പോൾ ഈ കാണുന്ന ചായപ്പൊടി ഇത് മേടിക്കണമെങ്കിൽ ഒരു 4-5 മാസത്തേക്ക് പുഷ്പം വരും. ഇപ്പം ഞാൻ മേടിച്ചിട്ട് 1-2 മാസമായി. അല്ലെങ്കിൽ ഇതായാലും കുഴപ്പമില്ല. ഇത് പക്ഷെ അത്രയും സുഖമില്ല. മറ്റേതാണ് ഞാൻ പിന്നെ ഓടിക്കണേ. അപ്പം ചായ ഉണ്ടാക്കായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സുഖം എനിക്ക് ഈ ശീലം ഇല്ലായിരുന്നു. ഈ അടുത്തായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ചായ അങ്ങോട്ട് ഉണ്ടാക്കുക, കുടിക്കുക, ഇതൊരു സുഖമാണല്ലോ അല്ലേ? കാരണം ഞാൻ 1 കിലോ ബിസ്ക്കറ്റ് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചായ കുടിച്ചാൽ തുടങ്ങിയത്. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക. പാല് ഇതാണ് ഞാൻ സ്ഥിരം മേടിക്കാറുള്ളത്, 3.2% ഫാറ്റുള്ള പാല് മേടിക്കുക, കുടിക്കുക, ഒരു ചായ അങ്ങോട്ട് സെറ്റാക്കുക. ഇതായി കഴിഞ്ഞാൽ 4 മണിയെടുത്ത കാര്യം ശുഭം. അത് കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് തൊട്ടെടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ചായനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് ചായ കുടിക്കാണ്ട് തുടങ്ങിയാൽ മോശമല്ലേ? ചായ കുടിക്കാം, അത് കഴിഞ്ഞിട്ട് ഒരാളെ വിളിക്കാനുണ്ട്. ആരെയാന്നല്ലേ? എൻ്റെ വീട്ടുകാരെ തന്നെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിൽ ആര് ക്രിട്ടിക്സ് പറയുന്നതിനേക്കാൾ മനോഹരമായി നമ്മുടെ വീട്ടുകാർക്ക് നമ്മളോട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കാം, കാരണം ഡെയിലി വ്ളോഗൊക്കെ ഇടുന്നതല്ലേ. അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സിങ് പരിപാടിയിലേക്ക് കയറി ഒരു പാൻറ്റും ഒരു ഹൂഡിയും അങ്ങോട്ട് ഇട്ട് പോയി. ഇതാണ് മുഷ്ണി കിടക്കണ്ടായ, ഇത് രണ്ടും ഇട്ടു. കാരണം തിരിച്ചു വരുമ്പോൾ ഇത് രണ്ടും നമ്മളെന്താണോ കഴിക്കാൻ പോകുന്നത് അത് മുളക്കും. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഭക്ഷണം വയ്ക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് ആ ഒരു മണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോവുകയാണ്. ഈ കുഞ്ഞി ബാഗും ജാക്കറ്റുമാണ് ഇട്ടേ. രാത്രിയാണെങ്കിലും തണുപ്പ് ഇത്തിരീശയുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ചെറിയ ഏതെങ്കിലും കോട്ട് ഇട്ടാൽ മതി എന്നാണ്, പിന്നെ വിചാരിച്ച് വേണ്ട ഇരുന്നോട്ടെ. പൊതുവെ അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും വൈകാറുണ്ട്. പിന്നെ രാത്രി ആയാലും എല്ലായിടത്തും പ്രകാശം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 9:30 സമയമാണ് കേട്ടോ. ഞാൻ പോയത് ഈ ട്രാമിലാണ്. ഈ ട്രാം ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും ഈ ട്രാമിലാണ് ഞാൻ പോയത്. ട്രാമിൽ വലിയ രീതിയിൽ ആൾക്കാരൊന്നുമില്ല, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നേരത്തെ വീട്ടിൽ കയറും. കാരണം പിറ്റേ ദിവസം അവർക്കൊക്കെ ജോലിക്ക് പോകണമല്ലോ. ഞാൻ സ്റ്റുഡൻ്റ് ആണല്ലോ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇരുന്നോടത്തും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഞാൻ പിന്നെ പൊതുവെ ട്രാമിൽ കയറി ഉറങ്ങാറാണ് പതിവ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ശീലമുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ പല ആംഗിളിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ട്രാമിലൂടെ പോയി സ്ഥലത്തെത്തി. അത് കഴിഞ്ഞ് ട്രാം ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കിന് വെച്ചിട്ടൊരു സംഭവമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ആദ്യം ഇതേപോലെ വലുതാക്കി നുറുക്കുക. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. മാരിനേറ്റ് ചെയ്ത് അപ്പം തന്നെ ഞങ്ങൾ അടപ്പത്ത് കയറ്റി. ഇതേപോലെ ഭംഗിയിൽ മൊത്തത്തിൽ മാരിനേറ്റ് ചെയ്യണം, ഓവറാക്കണ്ട എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടു. ചട്ടിയിലേക്ക് ഇട്ട് നല്ല ഫ്ലെയിമിൽ അങ്ങോട്ട് വറുത്തെടുത്തു. ഇതിനകത്ത് ബട്ടറാണ് ഒഴിച്ചേക്കണത്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു നല്ല ഒരു സംഭവം കൂടി ഉണ്ട്. ഇതിനിങ്ങനെ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ തൊണ്ടയും പറ്റിയായിരുന്നു, കാരണം കുറേ നേരം യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഗെയിമിംഗ് മോഡായിരുന്നു. ഒന്നും നോക്കണ്ട, ജ്യൂസ് കുടിച്ച് എൻ്റെ എനർജി കൂടി കയറിയിട്ട് പിന്നെ ഫുൾ വെടിവെപ്പ്. ഏതാണെന്നല്ലേ നിങ്ങൾ തന്നെ പറയും, ഇതേതാണെന്ന് ഞാൻ പറയുന്നില്ല. അവസാനം വേണമെങ്കിൽ ഞാനൊന്ന് പറയാം ഓർത്താൽ. പിന്നെ അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. ആംബിയൻസിൽ ഇരുന്ന് ഗെയിം കളിച്ചു. PS4 ആണ് അവിടെ ഉണ്ടായത്. ഞാൻ കളിച്ചു, അത് കഴിഞ്ഞ് ഇവൻ കളിച്ചു, പിന്നെയും ഞാൻ കളിച്ചു. പിന്നെ കളിയോട് കളി, വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെടിവെപ്പായിരുന്നു. അവനെ കൊല്ലല്, എന്നെ കൊല്ലല്, അവൻ എന്നെ കൊല്ലല്, ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് PS4 ബേസ് ചെയ്തിട്ടോ. ആ വെടിവെപ്പോട് വെടിവെപ്പ്. ഉള്ള കാര്യം പറയാലോ, ശരിക്കും നമ്മൾ കയറി വെടിവെക്കണമല്ലോ, കണ്ണ് സ്ക്രീനിൽ നിന്ന് എടുക്കാൻ പറ്റൂല. അങ്ങനെ ഇരുന്ന് വെടിവെച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂ. ഞാൻ വെറുതെ പഴം മുഴുങ്ങിയ പോലെ ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ആണ്ടിൽ സംക്രാന്തിക്കാണ് കളിക്കണേ. കളിക്കുക, ചാവ, പിന്നെയും കളിക്കുക, ചാവ, അത് തന്നെ. പക്ഷെ ആയിരിക്കണവനെ കണ്ട റോബോട്ട് പോലെ. അവൻ ഇതിൽ അഗ്രഗണ്യനാണ്. ഇരുന്നങ്ങട് വെടിവെപ്പ് തന്നെ പ്രൊഫഷണൽ ലെവലിൻ്റെ പീക്ക് ലെവലാണ്. കളിയോട് കളി, ഒന്നും നോക്കണ്ട.
അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ തന്നെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ചാവ, പിന്നെയും തുടങ്ങുക, പിന്നെയും കളിക്കുക. ഇത് തന്നെ, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും കളിച്ചുകൊണ്ടേ ഇരിക്കുക. റിപ്പീറ്റ്. ഒരു രസമാണല്ലോ. പിന്നെ നമ്മൾ കൂട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പരിധി വരെ സ്ട്രെസ്സും അതേപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറയുന്നത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ നേരം ഇവന്മാരൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് പോയി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കളി തന്നെ കളി, ഒന്നും പറയാനില്ല. ഇത് കുറേ നേരം കളിച്ചു, ഒരു 2-3 മണിക്കൂർ കളിച്ചു. 2-3 ഇല്ല, ഒരു 1-2 മണിക്കൂർ കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലെ മൂന്നാമൻ്റെ വരവായിരുന്നു. അവൻ വന്ന് അവൻ്റെ ജോലിയിൽ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനോടൊരു റെസ്റ്റോറൻറ്റിൽ മാനേജറൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും മാനേജറാണെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കത്തിവെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണ പരിപാടിയിലേക്കുള്ള ഇതിലേക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് റെഡി ആയില്ലേ എന്നുള്ള ചോദ്യം പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അവൻ വരുന്നതിന് മുന്നേ. ഞങ്ങൾ ആരാ മക്കള്. ഇതാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. സ്റ്റീക്ക് ഉണ്ടാക്കി, അതേപോലെ ചിക്കൻ കറി അവൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ റൈസും ഒക്കെയും കൂടി കൂട്ടി ഞങ്ങൾ 3 പേരും ഒരു പിടി പിടിച്ചു. പിന്നെ ഗെയിം കളിക്കാൻ ഞങ്ങൾ ഇരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ സിനിമ കാണാനിരുന്നു. ഏതാണെന്ന് നിങ്ങൾ ഈ ഒച്ചയിൽ നിന്ന് മനസ്സിലാക്കുക. ലൈറ്റ് മിന്നി കളിക്കുന്നുണ്ട്. അത് പൃഥ്വിരാജിന്റെ അല്ല, മറ്റവന്റെ പ്രഭാസിന്റെ അമ്മ. അല്ലല്ല, അതിനാണ് വന്നവരൊക്കെ കൂടി. അപ്പല്ല മറ്റേ കൈത്താളം എടുത്ത് വാരി എറിഞ്ഞിട്ട് മറ്റേ സ്കീമൊക്കെ. അപ്പൊ കൈത്തള വാരി എറിയും. അപ്പോഴാണ് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അച്ഛൻ്റെ ഇതാണ് വായിക്കാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഞാൻ 5-6 വർഷം കണ്ടടാ. ഇതിന്റെ ഒരു ഫൈറ്റ് ഒക്കെ അടിപൊളിയല്ലേ. അതായത് പ്രശാന്ത് നീൽ എന്തായാലും ഈ ഭാഗം അല്ലടാ, ഈ ഭാഗം ഇച്ചിരി ബോറായതുകൊണ്ട് പ്രശാന്ത് നീൽ എന്തായാലും അടുത്ത ഭാഗം ഭയങ്കരമായിട്ട് കുറെ ക്യാരക്ടേഴ്സിനും കൂടി കുത്തിക്കേട്ടിട്ടും കൂടിയാകും. അപ്പൊ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലിങ്ങും മനസ്സിലായാലാണ് അടുത്ത പടത്തിൽ നമുക്ക് ഇച്ചിരി കൂടി സ്മൂത്താണ്.